പുതിയ തലമുറയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറെ സവിശേഷതകളുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നല്ല ബുദ്ധിശക്തിയും കാര്യശേഷിയും നേർവഴിക്കുള്ള ചിന്തയും സേവന സന്നദ്ധതയും ഹൃദയവിശാലതയും വിവേചനശേഷിയും ഉള്ളവരാണവർ. നാട്ടിൻപുറങ്ങളിലെ പൊതു ഇടങ്ങളിലെ സംവാദങ്ങളിൽ അവരെ കണ്ടെന്നു വരില്ല. പക്ഷേ പൊതുവിഷയങ്ങളിൽ പുതുതലമുറ ശ്രദ്ധിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. അവർ അവരുടേതായ ഇടങ്ങളിൽ നവീനവും പുരോഗമനപരവുമായ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. നാട് ദുരിതത്തിലായ ഘട്ടങ്ങളിൽ നാം അത് അനുഭവിച്ചറിഞ്ഞതാണല്ലോ. അവർക്ക് പഴയ തലമുറയുടെ ഉപദേശങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അതിനവർക്ക് കാരണമുണ്ട്. അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പഴയ തലമുറയ്ക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നതു തന്നെയാണത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത കൂടി പുതുതലമുറയ്ക്കുണ്ട്. ജാതിമത വേർതിരിവുകൾ അവർക്കിടയിലെ സ്നേഹപ്രകടനങ്ങൾക്ക് ഒട്ടും തടസ്സമാകുന്നില്ല എന്നതാണത്. ജാതിമതരഹിത സമുദായത്തെക്കുറിച്ച് ഗീർവാണ പ്രസംഗം നടത്താൻ അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്കറിയാം. അധികാരത്തിനായി ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കുശുമ്പും കുന്നായ്മയും നുണയും വിളമ്പുന്നവർ അറിയണം, പുതുതലമുറയ്ക്ക് നിങ്ങളോടൊക്കെ പുച്ഛമാണ്, പരമപുച്ഛം. അവർ അവരുടെ മര്യാദ കൊണ്ട് മുഖത്ത് നോക്കി പരസ്യമായി ഇതൊന്നും പറയുന്നില്ലെന്ന് മാത്രം. ജാതി പിശാചുക്കളും മതഭ്രാന്തന്മാരുമായ വിഷജന്തുക്കൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പുതുതലമുറയിൽ നിന്ന്. കുട്ടികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് സ്നേഹമൂറുന്ന നല്ല വാക്കുകളും കേട്ട് ശിഷ്ടകാലം കഴിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ പുതുതലമുറയും ഈ നാടും എന്നും നിങ്ങളോട് കൃതാർത്ഥരായിരിക്കും.